ഇതിനെ എല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ, ഒരു പാർലമെൻറ്റ് അംഗമാണ്. അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക. ആരാണെന്നോ? അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഇന്ന് ഈ പാലം പണിയാൻ വേണ്ടി നടക്കുന്ന ആളുണ്ടല്ലോ, ഏതാ? മാർക്സിസ്റ്റ് പാർട്ടി, പിന്നെ BJPയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയാൻ വേണ്ടി നടന്ന വ്യക്തി. അദ്ദേഹം എത്രയോ പ്രാവശ്യം ഇദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു. ആ ഫോൺ കോളുകളൊന്ന് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷണം നടക്കണ്ടേ? അല്ലല്ല, പേര് പറയാനില്ല. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇവിടെ പാലം പണിയാൻ വേണ്ടി പോയത് ആരാ? അല്ല, അത് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അന്വേഷിക്കുക. ഈ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ കോളുകൾ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് അന്വേഷണം നടത്തുക. ആ അന്വേഷണം നടത്തി ആരൊക്കെയാണ് ഫോൺ കോൾ ചെയ്തിട്ടുള്ളത്. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ വാക്കുകളാണ്. വീണിടത്ത് കിടന്ന് ഉരുളുകയാണ് ചെയ്യുന്നത് അടൂർ പ്രകാശ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ജോൺ ബ്രിട്ടാസിന്റെ പേര് പറയുന്നില്ല, പക്ഷെ സൂചനകൾ നൽകുകയാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, ജോൺ ബ്രിട്ടാസിനെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ അത് നിഷേധിക്കുന്നുമില്ല. അപ്പോൾ എന്താണ് ലക്ഷ്യം എന്ന് വ്യക്തമാണല്ലോ. ജോൺ ബ്രിട്ടാസിനെ ഇതിലേക്ക്, സ്വർണ്ണ കടത്ത് കേസിലേക്ക് വലിച്ചിടുക, ചെളിയിലേക്ക് വലിച്ചിടുക. അങ്ങനെ ഞാൻ ചെളിയിൽ വീണു, ഇവരും കൂടി കിടക്കട്ടെ, അതിലൂടെ പിണറായി വിജയനെ, CPIM-നെ ആക്രമിക്കാൻ കഴിഞ്ഞാലോ എന്ന കുബുദ്ധി, അവിടെ നിന്നാണ് ഈ വാക്ക് പുറത്തു വന്നത് എന്ന കാര്യം സംശയമില്ല. എല്ലാം നിഷേധിച്ചിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട് ജോൺ ബ്രിട്ടാസ്. അതും കൂടി കേൾക്കാം. ഈ പോറ്റിയെ ഈ അയ്യപ്പന്റെ പ്രതിപുരുഷനാക്കിയത് ആരാണ്? പോറ്റിയാണ് അയ്യപ്പന്റെ പ്രതിപുരുഷൻ എന്ന് ആര് പറഞ്ഞു കൊടുത്തു? സോണിയാഗാന്ധിക്ക് സ്വന്തമായിട്ട് എന്തായാലും അറിയാൻ സാധ്യതയില്ലല്ലോ. അപ്പം നിരവധി ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ അടൂർ പ്രകാശ് ഈ മണ്ടത്തരം വിളമ്പുന്നുകൊണ്ട് അദ്ദേഹം ആകെ വിഭ്രാന്തിയിലാണ്. അത് ജൽപ്പനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇപ്പോൾ അഥവാ നിങ്ങൾ ചോദിക്കുകയാണ് എനിക്ക് പോറ്റി അറിയുമെന്ന് ചോദിച്ചാൽ, എനിക്ക് പോറ്റി അറിയില്ല, പക്ഷെ പോറ്റിയെ പേറിയ അടൂർ പ്രകാശിനെ അറിയാം നന്നായിട്ട്. അതിന് തർക്കമൊന്നുമില്ല. അടൂർ പ്രകാശ് നന്നായിട്ട് അറിയാം. ഇനി അഥവാ ഞാൻ പോറ്റി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ, വല്ല വിമാനത്തിൽ വെച്ച് പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അടൂർ പ്രകാശ് പരിചയപ്പെടുത്താനാണ് സാധ്യമുള്ളൂ. അടൂർ പ്രകാശിനെതിരെ, സോണിയാഗാന്ധിക്കെതിരെ, ആന്റണി MP-ക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുണ്ട്. അതിന് കൃത്യമായും വ്യക്തമായും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ കോൺഗ്രസിന്. മുഖ്യമന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രമുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടേ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രി ഏത് പരിപാടിയിലാണ് പങ്കെടുത്തത്? എന്തായിരുന്നു പരിപാടി? ഇതിൻ്റെ എല്ലാം രേഖകൾ ഇതിനകം തന്നെ പരസ്യമായിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങൾ പോലും പരസ്യമായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്നുള്ള ഫോട്ടോകളാണ് ഉപയോഗിക്കുന്നത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം അത് സ്ഥാപിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ, അത് പരസ്യമാണ്. എന്താണ് പരിപാടി, ആരൊക്കെയാണ് പങ്കെടുത്തത്, ആരാണ് ക്ഷണിച്ചത് എന്നൊക്കെയുള്ള കൃത്യം വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും എങ്ങനെ എത്തി? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല. സ്വർണം കട്ടവനും സ്വർണം വിറ്റവനും ഒരേ സമയം സോണിയാഗാന്ധിയുടെ അടുത്തെത്തിയത് എങ്ങനെ? ആരാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഇവരെ എത്തിച്ചത്? ഈ ചോദ്യത്തിന് എന്തുകൊണ്ടാണ് അടൂർ പ്രകാശ് മറുപടി പറയാത്തത്? എന്തുകൊണ്ടാണ് ആന്റണി മറുപടി പറയാത്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കാത്തത്? AICC വിശദീകരിക്കാത്തത്? പ്രതിപക്ഷ നേതാവ് VD സതീശനും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഒന്ന് അന്വേഷിച്ച് മറുപടി പറയാൻ ഉത്തരവാദിത്തമില്ലേ? അത് പറയാതിരിക്കുകയും അവിടെ ഉരുണ്ട് കളിക്കുകയും മെല്ലെ ഇതൊന്ന് തട്ടി ജോൺ ബ്രിട്ടാസിനെ തലയിലിട്ടാൽ രക്ഷപ്പെടുമോ എന്ന് നോക്കുകയും ചെയ്താൽ അത് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. വെറുതെ പോകുന്ന ആളുടെ തലയിലേക്ക് ഇതിൻ്റെ ഭാരമൊന്ന് കയറ്റി വെച്ച് രക്ഷപ്പെടാം എന്ന അടൂർ പ്രകാശിന്റെ കുബുദ്ധി, അതാണ് ഇവിടെ അടൂർ പ്രകാശ് പ്രയോഗിച്ചത്. പക്ഷേ അടൂർ പ്രകാശിന് തന്നെ, കോൺഗ്രസിന് തന്നെ അത് വിനയായി മാറുകയും ചെയ്തു.